നമുക്ക് നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. കൊഴമ്പ് നല്ല ഉയിച്ചിലും 2 മണി. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഞങ്ങളിന്ന് അൻഷീഫിൻ്റെ കുട്ടീനെ കാണാൻ പോകാം കേട്ടോ. പെട്ടെന്നുണ്ടായ ഒരു പോരലാണ്. എന്നും പോരണം വിചാരിച്ചു. അപ്പോൾ കുഞ്ഞ് ഇവിടുന്ന് പോകാനാകുമ്പോഴേക്കിന് ഞാൻ പോരട്ടെ എന്ന് വിചാരിച്ചിന്ന് പോകുന്നതാണ് കേട്ടോ. ആർക്കും ഇവിടെ അല്ല. അൻഷീഫിൻ്റെ വണ്ടി കാണുന്നുണ്ടടി, വണ്ടി കാണുന്നുണ്ട് പറയാം. അപ്പം ചിലപ്പോൾ അൻഷീഫ് ഉണ്ടാവും. കുഞ്ഞോട് പറഞ്ഞിട്ട് വരുമ്പോൾ വിളിച്ച് വരണം എന്നൊക്കെ. നല്ല ഉറക്കാണ്. കുഞ്ഞോട് മോളിലാണ്. മാഷാ അല്ലാ നല്ല ഉറക്കാണല്ലോ ശുണ്ടരിക്കുട്ടി. ഇജ നോക്കലുണ്ടിനെ ഇതേട്ടോ. എന്നാലും ഞങ്ങളെ കൊഞ്ചിക്കുട്ടി ഇതാണ് ഞങ്ങളെ കൊഞ്ചിക്കുട്ടി. ഒച്ച തിന്നാൻ തോന്നുന്നുണ്ടോ? മാൻ്റെ അങ്ങനെയൊന്നും കാറ്റണ്ട, അങ്ങനെയൊന്നും കാറ്റണ്ട. നോച്ചു ഇങ്ങോട്ട് പോടി നോച്ചുല്ലേ. ഓൾക്ക് ഒപ്പായില്ല. ഇതാണ് ടിഷ അനിസ്ബ. ടിഷ അനിസ്ബ അല്ലേ? ടിഷ മോളേന്ന് വിളിക്കാം. എൻ്റെ അപ്പൊക്കെ എപ്പോഴും ടിഷ്യൂ ടിഷ്യൂ എന്ന് കാട്ടും ചെയ്യാലോ ഞാൻ. നല്ല പേരെന്നെ ഇട്ടിക്കണ് കുഞ്ഞിപ്പാത്തൂന് ടിഷ. മുഖച്ചായം പിന്നെയും മാറിക്കണല്ലേ. പെട്ടെന്ന് പാടില്ല ഇങ്ങോട്ടൊക്കെ. ഞങ്ങൾ അബ്രുവിൻ്റെ ജുബ്രി കാക്കു എവിടെ? ഇബ്രു അബ്രോ ഇജോ ജുബ്രോ. അപ്പൊ കാക്കൂൻ്റെ പേരെന്താ? അബ്രോ ഇബ്രോ. നിങ്ങളെല്ലാവരും പേരും ഒരേമാതിരി. അപ്പം എനിക്ക് പെക്കണേ. എൻ്റെ പേരെന്താ? ജുബ്രു. തത്തമ്മ ജുബ്രു. എൻ്റെതോ? ജുബ്രോ അബ്രു. ഇതാണ് അബ്രു അല്ലേ? തത്തമ്മ അബ്രു. ചുമ്മാങ്ങളൊക്കെ തിന്നു ഞാൻ കേട്ടോ. അവളൊക്കെ കടിച്ചു മുറിച്ച് തിന്നു ഞാൻ കേട്ടോ. ഇതിൻ്റെ ഇപ്പം പോരണോ? എൻ്റെ വീട്ടിലുണ്ടൊരു കുട്ടി. പോരണോ? നിങ്ങളെ വീട്ടിലുണ്ടോ പെൺകുട്ടി? ഉണ്ടായോ? മാഷാ അല്ലാ അൽഹംദുലില്ലാ. ആർക്കൊരു കുഞ്ഞിപ്പെങ്ങളുണ്ടായില്ലേ? ഞാനതിനെ കൊണ്ടുപോയി. അങ്ങനെ കുട്ടീനെ കണ്ടതിന് ശേഷം ഞങ്ങൾ നല്ല അടിപൊളി ജ്യൂസും കടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓറഞ്ച് ജ്യൂസും നല്ല അടിപൊളി 2 ഐറ്റംസ് കടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കുടിക്കുകയാണ് കേട്ടോ. അതിനുശേഷം കുഞ്ഞോള് നമുക്ക് നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. കൊഴമ്പ് നല്ല ഉയിച്ചിലും 2 മണിക്കൂറാണ് മൊത്തം. 2 മണിക്കൂറുണ്ട്. കുളി അടക്കം 2 മണിക്കൂറുണ്ട്. കഴിഞ്ഞിട്ടാണ് പിന്നെ വരിക. കുളിയും കഴിഞ്ഞ് മുടിയൊക്കെ വാർന്ന് കൺമഷിട്ട് ഇല്ലിട്ട് മുടഞ്ഞു കൺമഷി ഒക്കെ ഇട്ട്. സഖ്യ ആയുർവേദം. എവിടെ സ്ഥലം? കൊയിലാണ്ടി. നമ്മള് കൊടുക്കണ കൊയിലാണ്ടി എന്നാണ്. എറണാകുളത്തൊക്കെ ഉണ്ടോ? ഇല്ലേ? കോഴിക്കോട് ഒക്കെ നമ്മളടുത്താണല്ലോ കൊയിലാണ്ടി കോഴിക്കോടൊക്കെ. കുഞ്ഞോളെ രാവിലെ നീക്കുമ്പോൾ തന്നെ എങ്ങനെയൊക്കെ ഫുഡ് വൈകുന്നേരം വരെ കടക്കണത് വരെ ഫുഡുകളെങ്ങനെ? രാവിലെ ഞാൻ എന്തായാലും ബൂസ്റ്റോ ഹോർലിക്സോ പിന്നെ മുട്ടയും പഴം. അത് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ. പിന്നെ 9 മണിയാകുമ്പോൾ നീച്ച് സാധാ നമ്മൾ ചായ ഉണ്ടാക്കൂലോ, ചായയും കടിയും കുടിച്ചുകൊണ്ട് കുളിച്ചാൽ വേണ്ടി പോകും. അത് കഴിഞ്ഞിട്ട് ഉലുവ ചോറുന്നു കറക്കും. പിന്നെ ഉച്ചക്കും കുറച്ച് ചോറുന്നു. ചോറ് കുറച്ച് അടുക്കല്. പിന്നെ വൈകുന്നേരം എന്തേലും ബ്രെഡോ ഓട്സോ അങ്ങനെ എന്തേലും തിന്നും. ഫ്രൂട്ട്സ് എന്തേലും ഉണ്ടെങ്കിൽ അതും തിന്നും. പിന്നെ രാത്രി ചോറ് ഒന്നലില്ല, ചെറുപയർ എന്തേലും ഉണ്ടാക്കി ഇങ്ങനെ തിന്നും. ജ്യൂസും കുടിച്ചു. ചോറ് കുറവാക്കി തിന്ന് തടിയൊക്കെ ഉണ്ടല്ലോ. അവ നല്ല പച്ചക്കറി ഉണ്ടെങ്കിൽ ഉപ്പേരിയാള് തിന്നാൻ അങ്ങനത്തെ ചോറ് കുറച്ചാക്കി. അത് നല്ലതാണ്. പാലും ഉണ്ടാവും, തടിക്കും കേടില്ല. ഇറച്ചിയും മീനൊന്നും കൂട്ടലുണ്ടാവില്ലല്ലേ? അത് ഇപ്പൊ ഇന്നലെ വരെ കൂട്ടിയില്ലായിരുന്നു. അരിഷ്ടണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോൺ വെജ് കഴിക്കട്ടായിരുന്നു അരിഷ്ടം കുടിക്കുമ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞു, ഇന്നലത്തോട് കൂടി കഴിഞ്ഞു. ഇന്ന് ഇങ്ങോട്ട് കൂട്ടി. പിന്നെ പച്ചക്കറിയാണ് കൂടുതൽ ഇഷ്ടം. ഇറച്ചി മീനില്ലാതൊക്കെ ഉപ്പേരികളുണ്ടെങ്കിൽ അതൊന്നും അതിനൊക്കെ ഉണ്ട്, അല്ലാതെ ഉണ്ട്.
അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് തറവാട് വീട്ടിലേക്ക് പോകുന്ന നിൽക്കുകയാണ് കേട്ടോ. ഇത് രസമായില്ലേ ഈ ചെടി ഇങ്ങനെ. അയിമ കൂടെ അങ്ങനെ വെച്ചിക്കാണല്ലേ. ജിഞ്ചോ ഇമ്മ ഇടിഞ്ചോ ഇമ്മ അച്ചാറ് പാക്ക് ചെയ്യാൻ വേണ്ടിയാണ് പോയിക്കണേ. ഓർഡർ ഉണ്ടാവൂല്ലേ. ഇപ്പൊ ശരി. ഞാനും കുട്ടിയൊക്കെ ആരും കുട്ടി പുറത്തേക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഈ വാതിലൂടെ തുറന്നിട്ടാണ് അതാരും പോയപ്പോ തുറന്നിട്ട് ഞാൻ ബാക്കിലായിരുന്നു. ഞാൻ മെഷീൻ്റെ അടുത്തായിരുന്നു. അല്ലാ തുറന്നിട്ട് ചെയ്തിട്ടോ. നിങ്ങൾക്ക് കയറിക്കാണി പണിയൊക്കെ ഒരുങ്ങിയോ? ഞാൻ അടിച്ചെടുത്ത് തുറക്കാണ്ട് ചോറ് കൂട്ടാനൊക്കെ കഴിക്കണം. ഞങ്ങള് കുട്ടിനെ കാണാൻ പോകുന്നത് ഇനി കുട്ടിനെ കണ്ടിട്ട് കുട്ടിനെ കണ്ട് ഇങ്ങനെ പോരുകയാണ്. കുഞ്ഞോട് കുളിച്ചലൊക്കെ ഇനി 2 മണിക്കൂറൊക്കെ ഉണ്ടാവല്ലോ. ജിഞ്ചു ചക്ക ഉണ്ടായിട്ടില്ലേ കുറി? അല്ല ഇതിമേൽ എത്ര കാണും ഉണ്ടാവലുണ്ടായിരുന്നോ? എന്നപ്പോൾ ഓലെ തറവാട്ട് വീട്ടിൽ ഉമ്മയൊന്നും ഇല്ല കേട്ടോ. ചിഞ്ചു മാത്രമേ ഉള്ളൂ. പിന്നെ അൻഷിഫിൻ്റെ കൂടെ അൻഷിഫും ഇല്ലായിരുന്നു. അവൻ അപ്പണ് പോയിട്ടുള്ളൂ. ഞാൻ വിളിക്കാതെ പോയിട്ട് കുറേ പറഞ്ഞിട്ട് ഞങ്ങളോട്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ അതുവരെയ്ക്കുള്ള कल क्या हो किसने देखा सब कुछ आज अभी कर दो